ആകാശ്. ലോങ് വീക്കെൻഡ് അല്ലേ വരുന്നത്, എന്താ പരിപാടി? ലോങ് വീക്കെൻഡോ? ഓ ജനുവരി 24, 25, 26. ലോങ് വീക്കെൻഡ് അവധിയാണല്ലേ. ജനുവരി 26 റിപ്പബ്ലിക് ഡേ അല്ലേ, അന്ന് കോളേജിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉണ്ട്, അതിന് വരണം. NCCSU അബൈ നടത്തുന്ന പരേഡല്ലേ, അത് കാണാൻ എന്തായാലും വരണം. എന്താണ് ചർച്ച? ജനുവരി 26 ഭാരതമാത കോളേജിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ജനുവരി 26 നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ തിരികെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാനും മെഹർബാനും എല്ലാം പങ്കെടുത്തിരുന്നു വോളണ്ടിയറായി. നിങ്ങൾക്കറിയാമോ, ഭാരതമാത ഓൾ സ്റ്റുഡന്റ് അസോസിയേഷൻ അഥവാ ഭോസ ഒരു രജിസ്റ്റേർഡ് അസോസിയേഷൻ ആണ്. ഈ ജനുവരി 26 ഭോസയോട് ചേർന്ന് സുവോളജി ഡിപ്പാർട്ട്മെന്റ് അലുമിനി മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. വോളണ്ടിയേഴ്സ് ആയിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാവില്ലേ? കഴിഞ്ഞ വർഷമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആദ്യമായിട്ട് സംഘടിപ്പിച്ചത്. അല്ല, 2015 കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചപ്പോഴാണ് ബോസയുടെ നേതൃത്വത്തിൽ ആദ്യമായി വിപുലമായി അലുമിനായി മീറ്റിംഗ് സംഘടിപ്പിച്ചത്. പിന്നീടുള്ള വർഷങ്ങളിലും ജനുവരി 26 നമ്മൾ അലുമിനായി മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കോളേജിന്റെ ഡയമണ്ട് ജൂബിലി ആയിരുന്നു. അപ്പോൾ തിരികെ എന്ന പേരിൽ വലിയ രീതിയിലുള്ള ഒരു അലുമിനായി മീറ്റിംഗ് ബോസയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം പോയി കണ്ട മാധവൻ സാർ നമ്മുടെ ആദ്യത്തെ HOD. സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രം അറിയാമോ? 1965 കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയതാണ് സുവോളജി ഡിപ്പാർട്ട്മെന്റ്. അന്ന് നമുക്ക് പ്രീ ഡിഗ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊക്കെ +2കാരല്ലേ? +2 പകരം പണ്ടുണ്ടായിരുന്നതാണ് പ്രീ ഡിഗ്രി. 1965 പ്രീ ഡിഗ്രി തുടങ്ങിയപ്പോൾ പ്രൊഫസർ PP ജോൺ സാറായിരുന്നു നമ്മളുടെ HOD. 1970 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ BSc സുവോളജി കോഴ്സ് ആരംഭിച്ചത്. അപ്പോൾ HOD ആയി ചാർജ് എടുത്താണ് ഡോക്ടർ K മാധവൻ സാർ. നമ്മുടെ ആദ്യത്തെ HOD ആയിരുന്ന PP ജോൺ സാറിന്റെ അനുസ്മരണ ചടങ്ങോടുകൂടി നമ്മൾ 2023 വളരെ വിപുലമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുകയാണ്. അലുമിനി മീറ്റിംഗ് നമ്മുടെ റിട്ടയർഡ് ടീച്ചേഴ്സ് വരാറുണ്ടോ? തീർച്ചയായും. നമ്മുടെ റിട്ടയർഡ് ടീച്ചേഴ്സായ സിസ്റ്റർ വിൻസെന്റ് മേരി, ഡോക്ടർ മാത്യു ജോസഫ്, പ്രൊഫസർ ഫ്രാൻസിസ് ജോസഫ്, പ്രൊഫസർ എർണി പോൾ, പ്രൊഫസർ ഗ്രേസ് ജേക്കബ്, ഡോക്ടർ പ്രിയലക്ഷ്മി ജി ഒക്കെ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം ഇവിടെ വരാറുണ്ട്. നമ്മുടെ മാധവൻ സാറിന് ആരോഗ്യ പ്രശ്നം കൊണ്ടും ഡോക്ടർ മേരി സെബാസ്റ്റ്യൻ ടീച്ചർ US-ലായതുകൊണ്ട് മാത്രമാണ് അവർക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഓരോ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൃഹാതിഥ്യം ഉണർത്തുന്ന ഒരു കാര്യമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുന്നത്. തൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന അധ്യാപക സുഹൃത്തുക്കളെയും അനധ്യാപക സുഹൃത്തുക്കളെയും താൻ പഠിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളെയും കാണാൻ കിട്ടുന്നൊരു അവസരമൊക്കെ കോഴ്സ് കഴിഞ്ഞ് പോയാലും തിരികെ ഞങ്ങളെ വന്ന് കാണുന്നത് ഞങ്ങൾക്ക് എത്രമാത്രം സന്തോഷവും അഭിമാനകരമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സന്തോഷവും നേട്ടങ്ങളുമാണ് ഭാരതമാതയുടെ നേട്ടങ്ങളും സന്തോഷവും. ഇങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങളുടെ കൂടെ പങ്കുവെക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വരണം. ഈ വർഷത്തെ തിരികെ പ്രോഗ്രാമിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ വർഷത്തെ തിരികെ പ്രോഗ്രാമിന് 2 പ്രത്യേകതകളുണ്ട്. ഉച്ചകഴിഞ്ഞ് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ ഫ്രാൻസിസ് സാറിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. ഒരുപക്ഷെ കോളേജിലെ തന്നെ ഏറ്റവും ജനകീയനായ സാർ എന്നറിയപ്പെടുന്ന ആളാണ് ഫ്രാൻസിസ് ജോസഫ് സാർ. സാറ് ഭാരതമാതയെക്കുറിച്ച് എഴുതിയ സാറിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഓർമ്മക്കൂട എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നത്. 2011 സാറിന് കൊടുത്ത ഫെയർവെൽ പ്രോഗ്രാമിന്റെ തീമായിരുന്നു ഓർമ്മയ്ക്കായി ഓർമ്മക്കൂടിനായി. അതിൽ നിന്നാണ് സാറ് ഈ പുസ്തകത്തിന്റെ പേര് ഓർമ്മക്കൂടെന്ന് എടുത്തിരിക്കുന്നത്. രാവിലെ 10:30 ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് നടക്കുന്ന അലുമിനായി മീറ്റിംഗിൽ 2015 പാസ് ഔട്ടായ മിസ് അഞ്ജന ജോർജ്, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞിരുന്നില്ലേ അഞ്ജനയ്ക്ക് ഐസർ ഭോപ്പാലിന് PhD കിട്ടിയെന്ന്. അഞ്ജനയെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ബയോഫിസിക്സിലാണ് അഞ്ജന PhD നേടിയിരിക്കുന്നത്. ഇവിടെ പഠിച്ചിരുന്നപ്പോൾ ഒരുപാട് ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം നേടിയിട്ടുള്ള ക്ലാസ് ടോപ്പറുമായിരുന്നു അഞ്ജന ജോർജ്. അപ്പൊ അഞ്ജനെ ആദരിക്കുന്നതാണ് രാവിലത്തെ ഒരു പ്രമുഖ ചടങ്ങ്. ഉച്ചകഴിഞ്ഞ് ഫ്രാൻസിസ് സാറിന്റെ പുസ്തക പ്രകാശനം. നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോൾ എല്ലാവരും ബോസയിൽ അംഗമാകുവാനും വർഷം തോറും ജനുവരി 26 നടത്തുന്ന അലുമിനി മീറ്റിംഗായി തിരികെയിൽ പങ്കെടുക്കാനും മറക്കരുത്. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും തിരികെ 2026 സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.